നമ്മൾക്കെല്ലാവർക്കും ട്രേഡ് ചെയ്യണമെന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നും നല്ല രീതിയിലുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് ആദ്യത്തെ പടി എന്താണ്? ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഒരു ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും എക്സ്ചേഞ്ചിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഡയറക്റ്റ്ലി ചെന്നിട്ട് എനിക്ക് ഇന്ന സ്റ്റോക്ക് വേണം, എനിക്ക് ഇന്ന ഷെയർ വേണം എന്ന് പറഞ്ഞൊന്നും അവർ തരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഓതറൈസ്ഡ് പേഴ്സൺ നമ്മുടെ ഇൻ ബിറ്റ്വീൻ വേണം. ഇവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ ബൈയും സെല്ലും എല്ലാം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടത്താനും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇൻ ടേൺ നമ്മൾ എന്ത് കൊടുക്കണം, അവർക്ക് ബ്രോക്കറേജ് ഫീസ് കൊടുക്കണം. അപ്പോൾ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻജിഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ബ്രോക്കർ, എങ്ങനെയാണ് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പൈസ ആഡ് ചെയ്യണത് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോയും കൂടാണ് ഇത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും എടുക്കാം. ഏറെക്കുറെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് പോകുന്നത്. അതായത് എല്ലാ അക്കൗണ്ട്സും ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന അപ്സ്റ്റോക്സ് ആണ്. ഇപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് രണ്ട് രീതിയിലുള്ള ബ്രോക്കേഴ്സിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും അക്കൗണ്ട് എടുത്തോളം ഞാൻ പറഞ്ഞു, ഈ അപ്സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സെറോദ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ സെറോദ എന്ന് പറയുന്ന ബ്രോക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവരൊന്നും അധികം ചാർജ് ഈടാക്കത്തില്ല. അതായത് ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വരില്ല. പക്ഷേ നമുക്ക് വേറൊരു ടീമുണ്ട്, അതാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തിലാൽ ഒസ്വാളൊക്കെ ഇല്ലേ, മിക്ക ബാങ്കിങ് ബ്രോക്കേഴ്സൊക്കെ ഇവരൊക്കെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സാണ്. ഈ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ചാർജസ് വളരെയധികം കൂടുതലായിരിക്കും. അതായത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഇവർ പെർ ലോട്ട് ചാർജ് ചെയ്യും. ഇപ്പോൾ സെറോദയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു തുക വരുന്ന സ്ഥാനത്ത് ഇവർ പെർ ലോട്ട് നമുക്ക് ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മളൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ട് ബ്രോക്കർ തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ അപ്സ്റ്റോക്സ്, സെറോദ ഇതൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരുപാട് ബ്രോക്കറേജ് വരില്ല. ഇനി ഫുൾ സർവീസ് ബ്രോക്കർ ഇത്രയും പൈസ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ടിപ്സ്, കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഇതെല്ലാം ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ ഫുൾ സർവീസ് ബ്രോക്കർ കൂടുതൽ പൈസ ചാർജ് ചെയ്യുന്നത്. എന്നാലും ഞാൻ പറയുവാണ്, നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്സ്റ്റോക്സ് ആണ് എടുക്കുന്നത്. ഇവിടെ ഈ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അപ്സ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റും, ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്സ്റ്റോക്സ് സൈനപ്പ് ചെയ്യാനുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഒരു OTP ഒക്കെ വരുന്ന കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കില്ല, OTP വരും എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ള മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് കാണാം. വെരിഫൈ യു ആർ എ ഹ്യൂമൻ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് OTP എന്ന് കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈലിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. നമുക്കൊരു OTP ഇപ്പോൾ വരുന്നതാണ്. OTP കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ആഡ് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ എൻ്റെ മെയിൽ ID ആണ് കൊടുക്കുന്നത്. ഞാനിവിടെ മെയിൽ ID എൻ്റർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ OTPക്ക് വേണ്ടി ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മെയിലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. ഈ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ പറ്റും, നമുക്ക് ഹെൽപ്പ് അസ് ടു നോ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. നമ്മളിതെല്ലാം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റിൽ താഴെ എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞാണോ, സിംഗിൾ ആണോ, മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റും എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ടോ, അതോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണോ എക്സ്പീരിയൻസ് അതിനനുസരിച്ച്
കൊടുക്കാം. ഇവിടെ ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്കതും കൊടുക്കാം. ഇനി ആനുവൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ എന്താണ് ആനുവൽ ഇൻകം ആ ഒരു രീതിയിൽ ആനുവൽ ഇൻകവും കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഈ ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കുക. അതായത് ഈ അബ്സ്റ്റോക്സിനുള്ള ഡിക്ലറേഷൻ, അതായത് നമ്മൾ ഇന്ത്യയിലാണ് ടാക്സസ് അടയ്ക്കുന്നത്, നമ്മൾ പൊളിറ്റിക്കൽ ഇങ്ങനത്തുള്ള കുറച്ച് ടേംസും കണ്ടീഷനും ഒക്കെ വെച്ച് വരുന്നതാണ്. ഈ പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഐ വാണ്ട് മൈ അൺയൂസ്ഡ് ഫണ്ട്സ് ടു ബി സെറ്റിൽ ആഫ്റ്റർ എവറി 90 days. അതായത് ഇത് സെബിയുടെ ഒരു റെഗുലേഷനാണിത്. അതായത് നമ്മളിപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് 90 days, നമ്മളിതിനെ ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. എല്ലാ 90 days കൂടുമ്പോഴും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ പണം തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം വെരിഫൈ ചെയ്യുവാണ്. നമ്മളുടെ അബ്സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഇത് ആധാറും പാനും എല്ലാം വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്ന് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാറിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജി ലോക്കറിൽ നിങ്ങളുടെ നമ്പർ, ആധാറിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ക്യാപ്ചർ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ആധാർ രജിസ്റ്റർ ആയിരിക്കുന്ന നമ്പറിലോട്ട് ഒരു OTP വരും. 10 മിനിറ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ആ OTP നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ OTP കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡിജി ലോക്കറിൻ്റെ പാസ്വേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർഗറ്റ് സെക്യൂരിറ്റി പിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു 6 ഡിജിറ്റ് പിന്ന് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പുതിയ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡിജി ലോക്കറിൻ്റെ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ അലോ കൊടുക്കുക. പ്ലീസ് സെലക്ട് വൺ മോർ ഓപ്ഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുക. അതായത് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ അലോ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇത് പ്രോസസ്സിംഗ് ആണ്, നമുക്കിത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പേരൻസ് നെയിമൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് എ സെൽഫിയാണ്. അതായത് നമ്മളുടെ ഫേസ് കാണിച്ച് നമ്മളാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെൽഫി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സെൽഫി നമുക്കെടുക്കാം. നമ്മളിവിടെ ഫോട്ടോ കൊടുത്തിട്ട് നമ്മളെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ബാക്കി ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മേജർ ആയിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തേക്ക് തൽക്കാലം ഞാൻ UPIയുടെ ഇത് കൊടുക്കുകയാണ്. നമുക്ക് UPI ത്രൂ ആണെങ്കിൽ 1 lakh വരെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ UPI ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് ഇത് വെരിഫൈ ചെയ്യേണ്ടതാണ്. സോ ഇവിടെ പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. UPI ത്രൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി 1 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് റീഫണ്ട് ചെയ്യും 48 മണിക്കൂറിനുള്ളിൽ. ഇത് നമ്മളിനി കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലിമിറ്റഡ് പീരീഡ് ഓഫർ, ഇവരുടെ കുറച്ച് അബ്സ്റ്റോക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഓക്കെ കൊടുത്തു, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ചൂസ് ബേസിക്സ് പ്ലസ്, ഞാനിപ്പോൾ ബേസിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മളുടെ സിഗ്നേച്ചറാണ്. ഡ്രോ ആൻഡ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡ്രോ സിഗ്നേച്ചർ കൊടുക്കണം, അപ്ലോഡ് സിഗ്നേച്ചർ. ഓക്കെ,
ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്ലോഡ് എ ക്ലിയർ ഫോട്ടോ ഇഫ് യു സൈൻ ഓൺ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്തിട്ട് നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിഗ്നേച്ചർ ഡ്രോ ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിനെ കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, IPO നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഇവർ തരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ ഐ അണ്ടർസ്റ്റുഡ് ജസ്റ്റ് കൊടുക്കുക. ഇത് ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഇവർ ഫൈൻഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു കാനറ ബാങ്ക് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെടുത്ത കാര്യം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാങ്ക് വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നമ്പരും അതേപോലെ നമ്മൾ കൊടുത്ത നമ്പരും അതേപോലെ തന്നെ ബാങ്കും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ ഇത് മാനുവലി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ഡേറ്റാസ് കാര്യങ്ങൾ, ഇപ്പോൾ അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ മാനുവലി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഐ വിൽ ആക്ടിവേറ്റ് FNO ലേറ്റർ. അതായത് നമുക്ക് FNOയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലേറ്റർ ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് തൽക്കാലം ലേറ്റർ എന്ന് കൊടുക്കുവാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഡു യു വോണ്ട് ടു ആഡ് നോമിനീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. തൽക്കാലം ഞാനത് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഫോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഹിയർ ബൈ കൺഫേം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വെരിഫൈ ആപ്ലിക്കേഷൻ വിത്ത് യുവർ ആധാറാണ്. അപ്പോൾ ഞാനിവിടെ സൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. വ്യൂ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ. ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സൈനും കാര്യങ്ങളും എല്ലാം വെച്ച് എൻ്റർ ചെയ്ത കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ സൈൻ ആപ്ലിക്കേഷൻ, നമ്മുടെ ഫൈനൽ സ്റ്റേജ് സൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. സൈൻ നൗ. ഇനി ഇത് നമ്മൾ സൈൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ ആധാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ആധാർ നമ്പർ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ OTP ഗെറ്റ് OTP കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നമ്പറിലോട്ട് ഇപ്പോൾ OTP വരുന്നതായിരിക്കും. ഇവിടെ ഇത് മറന്നുപോലെ ഐ അഗ്രി എബോവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTP കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു OTP വരുന്നതാണ്. നമ്മളുടെ നമ്പറിലോട്ട് തന്നെ OTP ഇപ്പോൾ വരും. ഇവിടെ ഞാൻ OTP കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ OTPനെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൈനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ ഒരു അക്കൗണ്ട് എടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ അണ്ടർ റിവ്യൂ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആസ് ഓഫ് നമ്മൾ ഇപ്പോഴാണ് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അക്കൗണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭാഗത്തിന് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെരിഫൈഡായി കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ട്സും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോൾ സെറോദ ആണെങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു വേ തന്നെയാണ് നമുക്ക് പോകുന്നത്. ഇങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം എടുക്കുമായിരിക്കും. ബട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഡിപ്പെൻസ് അപ്പോൺ ബ്രോക്കർ ടു ബ്രോക്കർ ചെറിയ ചേഞ്ചസ് ഇതിൻ്റെ പ്രൈസിങ്ങിൽ ഉണ്ടാവും. അതായത് ചിലപ്പോൾ സെറോദയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസിങ് വരും. അതും ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏത് ബ്രോക്കറാണ് വേണ്ടത് ആ ബ്രോക്കറിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ അപ്സ്റ്റോക്സിലാണെങ്കിൽ ഇവിടെ കാണിച്ചു തന്നത് നമുക്ക് കുറച്ച് പാന്, ആധാർ, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി
ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ടിൽ എങ്ങനെയാണ് പണം ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഓർഡേഴ്സ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും സിമിലർ ആണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു എന്ന് വരാം, അതേപോലെ തന്നെ ഇൻ്റർഫേസിൽ വ്യത്യാസം വന്നു എന്ന് വരാം. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ബ്രോക്കേഴ്സിൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ടാകും, ചില ബ്രോക്കേഴ്സിൽ ആ ഫീച്ചേഴ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ ബ്രോക്കർ ടു ബ്രോക്കർ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും, ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഏത് അക്കൗണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏത് അക്കൗണ്ടിലും നിങ്ങൾക്ക് പ്രയോഗിക്കുന്നതാണ്. പേരിൽ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്ത പോലെ ഏഞ്ചൽ വൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ വൺ. അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് ഏഞ്ചൽ വൺ എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഓൺലൈൻ ട്രേഡിംഗ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്പറും OTPയും വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ ലോഗിൻ എന്ന് പറയുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ലോഗിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു അക്കൗണ്ടാണ്, ഞാൻ പണ്ടെടുത്തിരുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വാച്ച് ലിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വാച്ച് ലിസ്റ്റ്, അതായത് നമുക്കിപ്പോൾ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും സ്റ്റോക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന പേജ് ഇതായിരിക്കും. ഇവിടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും സെൻസെക്സിൻ്റെ പ്രൈസും അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില നിലവാരവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സെൻസെക്സ് എത്രയിലാണ് നിൽക്കുന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഞാൻ പറയാണ്, ബ്രോക്കർ ടു ബ്രോക്കർ ഇത് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ആദ്യം കാണുന്ന പേജ് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾ കണ്ടു എന്ന് വരും. എന്നാൽ ഈ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിന് പുറമെ ഇനിയും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇത് സ്റ്റോക്സിന് വേണ്ടി ആഡ് ചെയ്തു, ഇനി ഓപ്ഷൻസിന് വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന വാച്ച് ലിസ്റ്റ് അവിടെ തന്നെയുണ്ട്. ദേ ഇവിടെ 2 എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത വാച്ച് ലിസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ സ്റ്റോക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ആഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സ്റ്റോക്കാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ടാറ്റ സ്റ്റീൽ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബൈ സെൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ സ്റ്റാർ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ സെറോദയിലൊക്കെയാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അക്കൗണ്ട് സെറോദയാണ്. സെറോദയിലൊക്കെയാണെങ്കിൽ ഒരു പ്ലസ് ഐക്കണായിരിക്കും അവിടെ കാണിക്കുക. ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു എന്ന് വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്കിവിടെ ഇൻഡൈസസ് ആഡ് ചെയ്യാം. ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ നിഫ്റ്റി 50, സെൻസെക്സ്, അതേപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ഫാമ, ഇങ്ങനെ ഇൻഡെക്സസ് ഇല്ലേ. അപ്പോൾ അതുപോലെ ഇൻഡെക്സുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ FNO, മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ സൈഡിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ചാർട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ മാറ്റിയിട്ട് ഞാനിവിടെ ടാറ്റ സ്റ്റീൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ടാറ്റ സ്റ്റീലിൻ്റെ ചാർട്ടാണ് ഇത് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ടാറ്റ സ്റ്റീൽ ഇപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ടാറ്റ സ്റ്റീൽ എങ്ങനെയുണ്ട്, ഈ കാര്യമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ടാറ്റ സ്റ്റീൽ എനിക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ബേസിക്കലി ആദ്യം കയറുമ്പോൾ കാണുക. ഇനി നമ്മളിവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഹോം ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ഹോം ബട്ടൺ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ ഹോം ബട്ടണാണിത്. അപ്പോൾ ഏഞ്ചൽ വണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് IPO, ഇനി IPO വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യണം, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യത്തിൻ്റെയും ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ട്രേഡിംഗ് ഇൻസൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇപ്പോൾ സെറോദയിലാണെങ്കിൽ നമുക്ക് ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ കാണുക, കുറച്ചുകൂടെ ക്ലീനർ വേർഷനാണ്. ഓക്കെ, ക്ലീനർ വേർഷൻ എന്ന് പറയുമ്പോൾ ഇത് സെറോദ വർക്ക് ചെയ്യുന്ന കറക്റ്റ് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടാണ്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇത്രയും കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മുടെ കാണുക, നമ്മുടെ എമൗണ്ട് എത്രയുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, അങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ സെറോദയിൽ കാണുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്കൗണ്ട് ടു അക്കൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ഇനി
ആദ്യം തന്നെ നമുക്ക് ഇതിൽ പണം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഹോമിൽ നോക്കുന്ന സമയത്ത് ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നോർമലി ആഡ് ഫണ്ട്സ് വരിക നമ്മുടെ ഈ അക്കൗണ്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വിഡ്രോ ഫണ്ട്സും ആഡ് ഫണ്ട്സും. നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ എളുപ്പമാണ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ. ഇനി ഈ ആഡ് ഫണ്ട്സിൽ നമുക്ക് 2 ഓപ്ഷൻസ്, നമുക്ക് UPI ത്രൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി UPI പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ ആഡ് ഫണ്ട്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ഫണ്ട്സ് കൊടുക്കുമ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഇവിടെ ആഡഡ് ആണ്. ഞാൻ പണ്ടെപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളൊരു അക്കൗണ്ടാണിത്. അതുകൊണ്ട് ഓൾറെഡി എൻ്റെ അക്കൗണ്ടൊക്കെ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു 500 റുപ്പീസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ UPI QR ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് QR കോഡ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പൈസ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫോണിലാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ UPI ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി UPI ആപ്പിലോട്ട് പോയിട്ട് അപ്പം തന്നെ പേ ചെയ്യാൻ പറ്റും. ഇനി ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ UPI ID ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് ജനറേറ്റ് QR ഞാൻ കൊടുത്തിട്ട് ഒരു 500 റുപ്പീസ് ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം എടുത്തു പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് അക്കൗണ്ടാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു അക്കൗണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ UPI QR കോഡൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് പൈസ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ആ ട്രാൻസാക്ഷൻ നമുക്ക് ഫെയിൽ ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 500 റുപ്പീസ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ കണ്ടോ, അപ്പം ഞാൻ ഇവിടെ 500 ആഡ് ആയിട്ടുണ്ട് എന്നെനിക്ക് കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഡൺ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ വാലറ്റിൽ, എൻ്റെ ട്രേഡിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാലറ്റിൽ എത്ര വന്നു, 500 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ 00 കാണിച്ച സ്ഥലത്ത് ഇവിടെ 500 രൂപ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി പൈസ വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഇവിടെ വിഡ്രോയിൽ എമൗണ്ട് എത്രയാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒന്നെങ്കിൽ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം എന്താണ് 500 എത്രയാണ് വേണ്ടത് എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എസ്റ്റിമേറ്റഡ് ക്രെഡിറ്റ് ടൈം ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ എമൗണ്ട് ക്രെഡിറ്റഡ് ആകും എന്ന് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വിഡ്രോ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ (< വിഡ്രോ ഓക്കെ ഇപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ വിഡ്രോയിൽ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 00 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എത്രയാണോ എനിക്ക് വിഡ്രോ ചെയ്യേണ്ടത്, യൂഷ്വലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിഡ്രോ ചെയ്യില്ല. അപ്പോൾ ആഡ് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് വിഡ്രോയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇത് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നതാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ എൻ്റെ പ്രൊഫൈൽ താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇതുവരെ ചെയ്തിട്ടുള്ള ട്രേഡിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ PNL എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നാൾ ട്രേഡ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്. ഇപ്പോൾ ഏഞ്ചൽ വണ്ടേ ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഉള്ളത്. ഇനി നമുക്ക് നേരെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ആൻഡ് എഗെയിൻ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ സെറോദയാണ്. സെറോദയിലെ ടേംസുമായിട്ട് ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. കാരണം ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്തിട്ടുള്ള സെറോദയാണ്. ഇതാണ് എനിക്കിവിടെ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നേരെ ട്രേഡ്സുകൾ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരെ എടുക്കാൻ പോകുന്നത് എൻ്റെ വാച്ച് ലിസ്റ്റ് ഒക്കെയുള്ളൊരു പോർഷനാണ്. ഇവിടെ നമുക്ക് കാണാം ഹോം ബട്ടൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി മാർക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഒരു ഓവർവ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പോർഷനാണിത്. ഇവിടെ നമുക്ക് മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലൈക്ക് പ്രൈസസും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വാച്ച് ലിസ്റ്റിൽ ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലേ, അതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഇതിൽ ട്രേഡ് എടുക്കാം, ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഐക്കൺസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വേറെ പ്രൊഫൈൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സെറോദ, ആപ്സ്റ്റോക്സ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഐക്കൺസ് ആയിരിക്കത്തില്ല, നമുക്ക് നേരെ പൊസിഷൻസ്, ഓർഡേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് സ്റ്റോക്കാണ് എന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ടാറ്റ സ്റ്റീലാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 500 രൂപയാണ് ആഡ് ചെയ്തേക്കുന്നത്. 162 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ടാറ്റ സ്റ്റീലിൽ തന്നെ നമുക്ക് എന്താണ്, ഓക്കെ,
ടാറ്റ സ്റ്റീലിൽ തന്നെ നമുക്കിവിടെ എന്താ NSEയിലും ഉണ്ട് BSEയിലും ഉണ്ട്, 2 എക്സ്ചേഞ്ചസിലും ലിസ്റ്റഡ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ പൊതുവേ ട്രേഡ് ചെയ്യാറ് NSEയുടെ വെബ്സൈറ്റ് എക്സ്ചേഞ്ചിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ NSE എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും എക്സാമ്പിളായിട്ട് NSE ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈ ഓപ്ഷൻ ഉണ്ട്, സെൽ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. അതായത് ഈ ടാറ്റ സ്റ്റീലിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്കാണ്. ഇനി നമ്മൾ ഒരു ഡെറിവേറ്റീവിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞുതരാം. ഇനി നമുക്കിത് വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിലെ അലേർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. GTT ഓർഡർ പ്ലേസ് ചെയ്യുക, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിലെങ്ങനെ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിനെ പറ്റിയും ഡെലിവറിനെ പറ്റിയും ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ട്രേഡിങ്, ഡെലിവറി ട്രേഡ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇൻട്രാഡേയിൽ മാത്രം പറ്റുന്നൊരു സവിശേഷതയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? അതായത് മാർക്കറ്റ് ഫോൾ ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെല്ല് ചെയ്യുന്നു, പിന്നെ ബൈ ചെയ്യുന്നു. അതായത് ഇപ്പോൾ 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത് 90 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഷോർട്ട് സെല്ലിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ആകെ പറ്റുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിലാണ്. അത് ഡെലിവറി ട്രേഡ്സിൽ പറ്റില്ല. ഡെലിവറി ട്രേഡ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ട്രേഡ്സ് ആണ് ഡെലിവറി ട്രേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻട്രാഡേ ചൂസ് ചെയ്യുന്നതും ഡെലിവറി ചൂസ് ചെയ്യുന്നതും തമ്മിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടെ കാണാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ബൈ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇത് ഇവിടെ കണ്ടോ, നമുക്കിവിടെ കോഷൻ കാണാൻ പറ്റും. എന്താ കോഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് എന്തെങ്കിലും ന്യൂസിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കോഷൻസ് കാണിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ പെനി സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ അങ്ങനത്തുള്ള സ്റ്റോക്കുകളിലായിരിക്കും നമുക്ക് മേജറായിട്ട് ഈ കോഷൻസ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് കോഷൻസ് കാണിക്കുന്ന സ്റ്റോക്കിൽ അധികം ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഇനി ആദ്യം തന്നെ ഞാനിവിടെ ബൈ കൊടുത്ത സമയത്ത് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് കാണാൻ പറ്റും. ഇവിടെ അതിന് മുകളിലായിട്ട് റെഗുലർ, സ്റ്റോപ്പ് ലോസ്, GTT, SIP എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ SIPയുടെ കാര്യം ഇവിടെ നമുക്ക് വിടാം. SIP എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അത് നമുക്ക് വിടാം. നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി തന്നെ ചർച്ച ചെയ്യാം. ഇവിടെ നമുക്ക് GTT ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്ന ഓർഡർ ഉണ്ട്, റെഗുലർ ഓർഡർ എന്ന് പറയുന്ന ഓർഡർ ഉണ്ട്. ഇപ്പോൾ ഇതിൽ താഴെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാൻ റെഗുലർ എടുക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 163 രൂപയാണ്. ഇത് കണ്ടോ, 162.30, ഏകദേശം ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ട വരുന്ന പ്രൈസ്. 162 രൂപയോളമാണ് നമ്മൾ ഈ ഒരു ട്രേഡിന് വേണ്ടി കൊടുക്കേണ്ട പൈസ. ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ ഞാൻ ഇൻട്രാഡേ ആണ് എടുത്തിരിക്കുന്നത്. ഇൻട്രാഡേ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്ര എമൗണ്ട് ആവില്ല. ഞാൻ ഇപ്പോൾ ക്വാണ്ടിറ്റിയുടെ ഇവിടെ 1 ആണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, നേരത്തെ ഞാൻ ഡെലിവറി എടുത്ത സമയത്ത് ഏകദേശം 162 രൂപയോളം വേണ്ട സ്ഥാനത്ത് അതേ കണ്ടോ, മാർജിൻ റിക്വയർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. 162 രൂപയാണ് നമുക്ക് മാർജിൻ റിക്വയർഡ് വേണ്ടത്. ഞാൻ ഇൻട്രാഡേ എടുത്ത സമയത്ത് എനിക്ക് ആകെ വേണ്ട മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം 33 രൂപ അല്ലെങ്കിൽ 32.5 രൂപയോളമാണ് എനിക്ക് എന്ത് വേണ്ടത്, ആകെ വേണ്ട മാർജിൻ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേക്ക് മാത്രമുള്ള ഒരു ഗുണമാണ് ലിവറേജ് എന്ന് പറയുന്ന കാര്യം. അതായത് നമുക്ക് ട്രേഡ് എടുക്കാൻ നേരം ബ്രോക്കർ നമുക്ക് 5x വരെ ലിവറേജ് തരും. അതായത് 100 രൂപ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് 500 രൂപയ്ക്ക് വരെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലിവറേജ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. നമുക്ക് കോവിഡിൻ്റെ ഒക്കെ സമയത്ത് 20x ലിവറേജ് ഉണ്ടായിരുന്നു മോസ്റ്റ് ബ്രോക്കേഴ്സിൽ. അല്ലാതെ ചില ബ്രോക്കേഴ്സൊക്കെ 100x ലിവറേജ് വരെ തരുന്ന ബ്രോക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിവറേജ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, പ്രോഫിറ്റ് ഇടും നന്നായിട്ട് കിട്ടും. പക്ഷേ ലോസ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ലോസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ലിവറേജ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ മാർജിൻ റിക്വയർഡ് എന്ന് പറയുന്നത് വെറും 33 രൂപയ്ക്ക് താഴെയാണ് മാർജിൻ റിക്വയർഡ് വരിക. ഇതാണ് ഇൻട്രാഡേ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നേരം ചെറിയ പൈസയ്ക്കും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളിവിടെ ഞാൻ ഇൻട്രാഡേ ആണ് എടുത്തത്. ഇൻട്രാഡേ എടുത്തിട്ട് നമുക്കിവിടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ താഴെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്
എന്താ സെറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ബൈ ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം ഇൻട്രാഡേ ആണ് എടുക്കുന്നത്. വെറും 32 രൂപ മാത്രമാണ് ഇതിൽ വരിക. ചാർജസ് എത്ര വരും എന്ന് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാണ്. കണ്ടോ, ബൈ ഓർഡർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഈ എക്സിക്യൂട്ടഡ് ആയ ട്രേഡിനെ എനിക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? അത് നേരെ പൊസിഷൻസിൻ്റെ പേജിൽ വരിക. ഓക്കെ, നേരെ പൊസിഷൻസിൻ്റെ പേജ് വരിക. നമ്മൾ എടുത്ത പൊസിഷൻ എന്താണോ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഞാൻ എടുത്ത പൊസിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ബൈ ആണ് ചെയ്തത്, ഇൻട്രാഡേ ആണ് ഞാൻ എടുത്തത്. ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ലാസ്റ്റ് പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് LTP അതായത് ഇപ്പോൾ എന്താണ് പ്രൈസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതാണ് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത്. അതായത് കറൻ്റ്ലി നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കാണാൻ പറ്റും സെറ്റ് SL അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഇവിടെ വെക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഓൾറെഡി വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ വെക്കണമെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 162 രൂപയാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടാണ് 162 രൂപ എന്ന് വിചാരിക്കുക. ഞാൻ വിചാരിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോവാണെന്നാണ്, ഒരു 170 രൂപ വരെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി 162 രൂപയിൽ നിന്ന് മാർക്കറ്റ് താഴെ വരുവാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 160 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ലോസിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ആ ഒരു പ്രൈസ് വരുമ്പോൾ തന്നെ ക്ലോസ് ആവും. ഓക്കെ, നമ്മുടെ ട്രേഡ് തന്നെ ക്ലോസ് ആയിക്കോളും. നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ വെക്കുകയാണ്. ടാർഗറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 170 രൂപയാണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് വേണമെങ്കിലും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ടാർഗറ്റ് വെക്കുന്നില്ല. പ്ലേസ് സെൽ ഓർഡർ എന്ന് നമുക്കിവിടെ കാണാം. കണ്ടോ, എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. പ്ലേസ് സെൽ ഓർഡർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഇവിടെ നമ്മളുടെ ഓർഡർ ബുക്ക് ഉണ്ട്. കണ്ടോ, ഇതാണ് ഓർഡേഴ്സിൻ്റെ പേജ്. കണ്ടോ, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഓർഡേഴ്സിൻ്റെ പേജ്. നേരത്തെ എടുത്താണ് നമ്മുടെ പൊസിഷൻസ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻസിൻ്റെ പേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഓർഡേഴ്സിൻ്റെ പേജ്. ഈ ഓർഡേഴ്സിൻ്റെ പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതേ. കണ്ടോ, ഒരു ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ഒരു സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് കണ്ടോ, ട്രിഗർ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഓർഡർ പ്രൈസ് ട്രിഗർ എന്ന് കാണാം. ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ചെല്ലുമ്പോൾ ഈ പ്രൈസിനെ ട്രിഗറായിട്ട് ഇത് എക്സിറ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു പ്രൈസിലോട്ട്, അത് 162 നിൽക്കുന്ന സാധനം താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഹിറ്റായി തന്നെ അത് ക്ലോസ് ആകണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ക്ലോസ് ആകാനുള്ളൊരു കമാൻഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദേ ഇവിടെ ക്യാൻസൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പിടിച്ച് ഞെക്കിയാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ട്രേഡിനെ ഞാൻ അധികം നേരം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, എനിക്ക് ക്ലോസ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ എടുത്ത പോലെ പൊസിഷൻസിലോട്ട് വരിക. ഇവിടെ ഓർഡേഴ്സിലല്ല വരേണ്ടത്. അതിപ്പോൾ സെറോദ ആയാലും അപ്സ്റ്റോക്സ് ആയാലും ഏതായാലും നേരെ പൊസിഷൻസിലോട്ട് വരിക. പൊസിഷൻസിലോട്ട് വന്നിട്ട് നമുക്കിവിടെ കണ്ടോ സെക്യൂർ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ 2-3 ട്രേഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ട്രേഡല്ല, മൾട്ടിപ്പിൾ ട്രേഡ്സ് നമ്മൾ അടുക്കി എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ദേ ഇവിടെ കണ്ടോ എക്സിറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അന്നേരം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഏതൊക്കെ വേണം, ഇപ്പോൾ താഴോട്ട് ഒരുപാട് സ്റ്റോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ടാറ്റ മോട്ടോഴ്സ്, അതേപോലെ റിലയൻസ്, അങ്ങനെ പല സ്റ്റോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സിറ്റ് നൗ കൊടുത്താൽ ഈസി ആയിട്ട് അത് എക്സിറ്റ് ആവുന്നതാണ്. ഇനി ഞാനിവിടെ കണ്ടോ
എക്സിറ്റ് നൗ ഞാൻ കൊടുക്കുവാണ്. ഓർഡർ എക്സിക്യൂട്ടഡ്, അതായത് ഈ ഓർഡർ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. എനിക്ക് എന്താണ് അതിൽ നിന്ന് ചെറിയൊരു നഷ്ടം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും റാൻഡമായിട്ട് എടുത്തതാണ്. ഒരു കാര്യവും നമ്മൾ നോക്കിയിട്ടില്ല, ചുമ്മാ ഒരു സ്റ്റോക്കിൽ പോയി എടുത്തു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. ഇത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ എടുത്ത ഓപ്പൺ ഓർഡേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി നമ്മളത് ക്ലോസ് ചെയ്യണം. അതായത് നമ്മൾ ഈ എൻട്രി എടുക്കാൻ നേരം നമ്മളൊരു ഓർഡറായിട്ട് ഇതിനെ അഡീഷണൽ ഓർഡറായിട്ട് നമ്മൾ എടുത്തിട്ടേക്കുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പൺ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ഓർഡറിനെ ക്ലോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മളുടെയാണ്. ഇത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ലെന്നായിരിക്കും പലരുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഓപ്പൺ ഓർഡറിനെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാർക്കറ്റ് ഫോളായി എന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഫോളായിട്ട് ആ ഒരു പ്രൈസ് എത്തത്തില്ലേ? ആ ഒരു പ്രൈസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു സെൽ കമാൻഡ് അവിടെ കൊടുത്തില്ലേ? ആ സെൽ കമാൻഡ് ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആവും. ഓക്കെ, എന്നിട്ട് അവിടെ ഓൾറെഡി സെല്ലായി പോവും. അതായത് നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അവിടെ കൃത്യമായിട്ട് അവിടെ സെല്ലാകുമായിരിക്കും ചെയ്യുന്നത്. ഇൻട്രാഡേയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇൻട്രാഡേയിൽ തന്നെ സെല്ലാകുമായിരിക്കും ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് പോലും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ട്രേഡ് എക്സിറ്റ് ചെയ്ത് പോകുന്നത്, സ്റ്റോപ്പ് ലോസ് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ചെന്ന് ഹിറ്റായ വേറൊരു ഓർഡർ അവിടെ എക്സിക്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും മൈൻഡിൽ വെക്കുക. ഇനി ചിലർക്കുണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഞാനിപ്പോൾ ഇൻട്രാഡേയിൽ ട്രേഡ് എടുത്തു, എന്നിട്ട് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഒരു പ്രശ്നവും ഇല്ല, ഇതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ചാർജ് വരും, അതായത് ഫൈൻ വരും. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഇൻട്രാഡേയിൽ നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കണം. 3:20 3:15 വരെയൊക്കെയാണ് ഇൻട്രാഡേയുടെ വിൻഡോ എന്ന് പറയുന്നത്. 3:30 വരെ മാർക്കറ്റ് ഉണ്ടെങ്കിലും 3:20 വരെയൊക്കെയാണ് ഇൻട്രാഡേയുടെ വിൻഡോ എന്ന് പറയുന്നത്. ആ വിൻഡോയ്ക്കുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രേഡ് അങ്ങ് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ അതങ്ങ് എക്സിറ്റ് ചെയ്യും. ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലാഭവും നഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരികയും ചെയ്യും. അതിൻ്റെ കൂടെ നമുക്കൊരു പെനാൽറ്റി ഫൈനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സെറോദയിലൊക്കെ ആണെങ്കിൽ GST ഇൻക്ലൂഡിങ് ഏകദേശം 60 രൂപയുടെ അടുത്ത് തന്നെ നമുക്ക് ഒരൊറ്റ എൻട്രിക്ക് ഇതുപോലെ വരുന്നതാണ്. സോ എപ്പോഴും മനസ്സിലാക്കുക, ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കുക. അല്ലാത്ത പക്ഷം ഫൈൻ വരും എന്ന് മനസ്സിലാക്കുക. എക്സിറ്റ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. ഫൈൻ വരാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്തിടുന്ന SL ഓർഡറൊക്കെ ഉണ്ടല്ലോ, സ്റ്റോപ്പ് ലോസിന് വേണ്ടിയുള്ള ഓർഡർ, ഇത് ചിലപ്പോൾ ട്രിഗറായി എന്ന് വരും, നമ്മൾ അറിഞ്ഞു എന്ന് പോലും വരില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അപ്പോഴേ ക്ലോസ് ചെയ്യുക. ഇവിടെ കണ്ടോ, ക്യാൻസൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് അതല്ല, എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും, നേരത്തെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചില്ലേ, സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം എനിക്കതിനെ എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരെ നമുക്കിവിടെ ഉണ്ട്. കൺഫേം എഡിറ്റ് ഓർഡർ നമ്മൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ക്യാൻസൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡു യു വോണ്ട് ടു ക്യാൻസൽ ദിസ് ഓർഡർ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യാം? ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇത് ക്യാൻസൽഡായി. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഓർഡർ ഹിസ്റ്ററി കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ ഓർഡർ ഹിസ്റ്ററിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ടാറ്റ സ്റ്റീലിൻ്റെ കാര്യം നമുക്ക് കാണാം. നമുക്ക് എൻട്രി എടുത്ത് ഇതേ കണ്ടോ, ആദ്യത്തേത് ബൈ പൊസിഷനാണ്. ആദ്യം നമ്മൾ ബൈ ചെയ്തതിന് ശേഷം നമ്മൾ സെല്ല് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു SL ഓർഡർ വെച്ചായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റോപ്പ് ലോസിന് വേണ്ടി നമ്മളൊരു സെൽ ഓർഡർ വെച്ചായിരുന്നു. ആ സെൽ ഓർഡർ കാണാൻ പറ്റും, അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടും നമുക്ക് കാണാം എക്സിക്യൂട്ടഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മെയിലിൽ നമുക്ക് എന്ത് കാണാം? ക്യാൻസൽഡ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എങ്ങനെ ഒരു എൻട്രി എടുക്കണം എന്ന് മനസ്സിലായില്ലേ ഇൻട്രാഡേയിൽ? ഓക്കെ, അടുത്ത് നമുക്കിനി ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നതിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഷോർട്ട് സെല്ലിംഗ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മുടെ ഓറിയൻ ബെൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. ഈ ഓറിയൻ ബെല്ല് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചാർട്ട് കാണാൻ പറ്റും. ഇങ്ങനത്തുള്ള സ്റ്റോക്കുകൾ ഇൻട്രാഡേക്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ ചാർട്ടുകളുണ്ടോ? ചാർട്ടിലെല്ലാം കണ്ടോ ഇങ്ങനെ ഈ ഡോജിയാണ്. അപ്പോൾ അതിലധികം ലിക്വിഡിറ്റി ഇല്ല, അധികം ആൾക്കാർ ഇതിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, VBL എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. VBL സ്റ്റോക്ക് വലിയ കുഴപ്പമില്ല, തിരക്കേടില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഈ ഒരു സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 469 രൂപയാണ്.
ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലൈക്ക് ഷോർട്ട് സെല് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഈ VBLൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഷോർട്ട് സെല്ലിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റ് താഴോട്ട് വരുമ്പോഴല്ലേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മാർക്കറ്റ് താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം 468 രൂപയിലാണ് നിൽക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക ചിലപ്പോൾ 460 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വരാനായിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക. അതായത് ഫോൾ ആകുമ്പോഴായിരിക്കും നമുക്ക് പ്രൈസ് അല്ലെങ്കിൽ പൈസ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. മറിച്ച് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ലോസ് ആയിരിക്കും എന്തിൽ വരിക, ഷോർട്ട് സെല്ലിങ്ങിൽ വരിക. അപ്പോൾ ഷോർട്ട് സെല്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും വെക്കുക, മുകളിലായിരിക്കുമോ താഴെ ആയിരിക്കുമോ വെക്കുക, മുകളിലായിരിക്കും. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും ഷോർട്ട് സെല്ലിങ് ചെയ്യുന്ന സമയത്ത് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മുകളിലും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് താഴെയുമായിരിക്കും വെക്കുക. നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നില്ലേ ഈ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറഞ്ഞത്? അപ്പം ഞാനതിന് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്, ഇനി ഞാൻ നേരെ ഇത് S കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ S കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന് ഒരു ട്രിഗർ ഒക്കെ തന്നിട്ടുണ്ട്, ഇവർ കോഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ള സ്റ്റോക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക തന്നെയാണ് നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് റാൻഡമായിട്ട് വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കിന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഞാൻ റെഗുലർ തന്നെയാണ് എടുക്കുന്നത്. റെഗുലർ എടുത്തിട്ട് ഇൻട്രാഡേ ആണ് എടുക്കുന്നത്. നമുക്കറിയാം ഡെലിവറി എടുക്കാനായിട്ട് ഇതിന് സാധിക്കത്തില്ല. ഇനി ഞാനിവിടെ ക്വാണ്ടിറ്റിയുടെ അവിടെ 1 എന്ന് കൊടുക്കുവാണ്. നമുക്ക് കാണാൻ പറ്റും ഇൻട്രാഡേ ആയതുകൊണ്ട് തന്നെ റിക്വയർഡ് മാർജിൻ എന്ന് പറയുന്നത് വെറും 93 രൂപയാണ് നമ്മുടെ റിക്വയർഡ് മാർജിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യവും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ മാർക്കറ്റ്, എന്താണ് ഈ ലിമിറ്റ്? നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് മാർക്കറ്റും എന്താണ് ലിമിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 168.65 ലിമിറ്റിൻ്റെ പ്രൈസ് കൊടുത്തേക്കുന്നത്. 168.65 ഈ ലിമിറ്റിൻ്റെ പ്രൈസ് ഇതാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഈ ഒരു പ്രൈസിൽ വരുന്ന സമയത്ത് മാത്രമേ ഇത് എക്സിറ്റ് ആകാവുള്ളൂ എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാർക്കറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഫോൾ ആയിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഫോൾ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പ്രൈസിൽ എത്തിയാൽ മാത്രം, കൃത്യം ആ പ്രൈസ് വന്നാൽ മാത്രമേ ഇത് ട്രിഗർ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല. ഞാൻ എപ്പോഴും എടുക്കാം മാർക്കറ്റ് ഓർഡറാണ്. ഞാൻ ഇക്വിറ്റി ട്രേഡർ അല്ല, പക്ഷേ ഞാൻ പണ്ട് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് മാർക്കറ്റ് ഓർഡറാണ്. എന്തുകൊണ്ട് മാർക്കറ്റ് ഓർഡർ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ SL വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈസ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രൈസ് വെക്കുന്നത് ഇപ്പോൾ 168 പോയിൻറ്റ് ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കുന്ന പ്രൈസിൽ ചിലപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ 470 രൂപയിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചത്. പക്ഷേ ചിലപ്പോൾ എക്സിക്യൂട്ട് ആവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 471 രൂപയായിരിക്കും. ഓക്കെ, 70-71 ചെറിയൊരു വ്യത്യാസമായിരിക്കും അവിടെ വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുക്കുക. മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ അടുത്തുള്ള ഏത് പ്രൈസിൽ വന്നാലും എന്താണ് എക്സിക്യൂട്ട് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ഈസി. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, മുകളിലാണ് വെക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് മുകളിലാണ് വെക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 468 അപ്പം ഞാൻ ഏകദേശം 475 രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഒരു എത്രയാണ് ഞാൻ ജസ്റ്റ് ചാർട്ടൊന്നും നോക്കിയിട്ടില്ല, റാൻഡം ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഞാൻ 475 രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 468 അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 460 രൂപ, ഇതൊക്കെ റാൻഡമാണ് കേട്ടോ, 460 രൂപയാണ് ഞാൻ ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ എത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എക്സിറ്റ് ആവും, നമുക്ക് ലോസ് ആയിരിക്കും വരിക. ടാർഗറ്റിൽ എത്തുവാണെങ്കിലോ ഈ ഒരു പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് ലാഭവുമായിരിക്കും, ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് എക്സിറ്റ് ആകുകയും ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യുക, പ്ലേസ് സെൽ ഓർഡർ, നേരെ ഈ സെൽ ഓർഡർ അങ്ങ് കൊടുക്കുക. ഇതെന്തായിട്ടുണ്ട്, എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ പൊസിഷൻസിലോട്ട് പോയി നോക്കാം. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചാർട്ടിൽ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടി ജി നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് പ്രൈസ് ഇതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ SL വെച്ചിരിക്കുന്ന പ്രൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
മുകളിൽ കണ്ടോ, ഇതാണ് നമ്മൾ SL വെച്ചിരിക്കുന്ന ഇതാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. ഇത് ഏഞ്ചൽ വണ്ണിലാണ് കാണാൻ പറ്റുക, എല്ലായിടത്തും ഇങ്ങനെ ഇല്ല കേട്ടോ. ഇതാണ് ഇപ്പോൾ ആയിരിക്കുന്ന പ്രൈസ്. ഇനി നമ്മൾ നേരെ ഇതിൽ നിന്ന് മാറി നമ്മുടെ പൊസിഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഓർഡേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്, OCO ഓർഡറാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടാർഗറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പൊസിഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും -1 എന്നാണ് ഇവിടെ ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് കാണുന്നത്. കണ്ടോ, -1 എന്നാണ് ക്വാണ്ടിറ്റി ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് നമുക്കിവിടെ -1 എന്ന് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ടാണ് സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മൈനസ് എന്നായിരിക്കും കാണിക്കുക. ഇവിടെ -1 എന്ന് കാണിക്കുന്നത് ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ നമ്മളുടെ സ്റ്റോക്കിൻ്റെ കാര്യവും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പൊസിഷൻസിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും VBL എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 1 ഇതാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോഴത്തെ പ്രൈസിങ്, ഇപ്പോഴത്തെ ഗെയിൻ ഇത് കാണാൻ പറ്റും. നേരെ നമ്മൾ ഓപ്പൺ പൊസിഷൻസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും VBL എന്ന് പറയുന്ന ഇതിൽ നമുക്ക് എന്താണ് OCO ഓർഡർ നമ്മൾ വെച്ചിട്ടുണ്ടോ, ഓർഡർ ക്യാൻസൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ടാർഗറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ഇതാണ്, ടാർഗറ്റ് ഇതാണ്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഇതിന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ എടുത്തിരിക്കുന്ന OCO ഓർഡറാണ്. OCO എന്ന് പറഞ്ഞാൽ 1 ക്യാൻസൽസ് അതർ. അതായത് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഇതാണ് ഈ ഇത് OCO ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, ഏതായാലും ഒന്നായിരിക്കും ഹിറ്റ് ആവുക. അപ്പോൾ ഇതിലേത് ചെയ്താലും മറ്റേതിനെ ക്യാൻസൽ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടാർഗറ്റ് ഹിറ്റായ സ്റ്റോപ്പ് ലോസിനെ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യും, ട്രേഡ് ഓൾറെഡി എക്സിറ്റ് ആകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാൻസൽ ഓപ്ഷൻ ഉണ്ട്. എനിക്കിതിനെ എഡിറ്റ് ചെയ്യണം, സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എഡിറ്റ് ഞാനിപ്പോൾ 475 എനിക്കിവിടെ എന്ത് വന്നിരിക്കുന്നത് സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസ് എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് 476 ആക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ കൺഫേം എഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ എഡിറ്റഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ മോഡിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ട്രേഡിനെ എനിക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അങ്ങനെ അല്ല, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നേരെ ഇങ്ങ് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നേരെ വന്ന് എക്സിറ്റ് കൊടുക്കുക, ആറിഷ്യോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, എക്സിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യുക, എക്സിറ്റ് കൊടുക്കുക. ഈ എക്സിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പച്ച കളർന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ എന്താണ് ഷോർട്ട് സെല്ലിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ആദ്യം നമ്മൾ സെല്ല് ചെയ്യുന്നു, പിന്നീടാണ് ബൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താണ് സെല്ല് ചെയ്ത സാധനം ബൈ ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. യൂഷ്വലി നമ്മൾ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോൾ ഈ കളറും സെല്ല് ചെയ്യുമ്പോൾ റെഡ് കളറും ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള വേർഷനാണ് ഇത് വരുന്നത്. നേരെ എക്സിറ്റ് കൊടുക്കുക, എക്സിറ്റഡ് ആയിട്ട് ഉണ്ട്, കണ്ടോ എക്സിറ്റഡ് ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഓർഡേഴ്സിൽ പോവുക. ഓർഡേഴ്സിൽ എന്താണ് ഇതൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇതെല്ലാം ക്യാൻസൽഡ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് അല്ല വെച്ചത്, ഓർഡേഴ്സ് എല്ലാം ഒന്നിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുക്കാൻ നേരം തന്നെയല്ലേ വെച്ചത്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ഒരു കാര്യം കൂടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതിൽ GTT എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ GTT ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്വിംഗ് ഒക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഈ GTT ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ GTT ഓർഡറിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ അതെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടാർഗറ്റും വെക്കാം, നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ GTT എന്ന് പറയുന്നത് ഗുഡ്സ് ടിൽ ട്രിഗേർഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഈ സാധാരണ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രാഡേയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പോലെ SL വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും ഒരു ദിവസം മാത്രമാണ്. നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു ദിവസത്തേക്കാണോ? അല്ല,
നമ്മൾ മൾട്ടിപ്പിൾ ഡേയ്സിലേക്കാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഈ GTT ഏകദേശം 1 കൊല്ലം വരെ വാലിഡ് ആണ്. അതായത് GTTയിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസത്തിൽ കൂടുതലുള്ള വലിയ ട്രേഡ്സുകൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാം, എന്നിട്ട് ടാർഗറ്റും ഇവിടെ മെൻഷൻ ചെയ്ത് വെക്കാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്നെങ്കിൽ OC ഓർഡർ 1 ക്യാൻസൽസ് അത് എന്ന് പറയുന്ന സാധനം നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സിംഗിളായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് ഹിറ്റാകുമ്പോൾ ഇറങ്ങുക എന്ന രീതിയിൽ വെക്കാം. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ബ്രോക്കേഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് ഏഞ്ചൽ വണ്ണിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ വേറെ ഒരെണ്ണമാണ് ഇവിടുത്തെ ബാസ്ക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ബാസ്ക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നെ പോലുള്ള ട്രേഡേഴ്സിനാണ് ഉപകാരപ്പെടുക. ഞാനൊരു ഓപ്ഷൻ ട്രേഡറാണ്. ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സെല്ലറാണ്. ഈ സെല്ലേഴ്സിൽ നിന്ന് ഞാൻ ഒരു സ്ട്രൈക്കല്ല ഒരു സമയം എക്സിക്യൂട്ട് ആവുന്നത്. ഞാൻ 4 സ്ട്രൈക്കോളം ഒറ്റ സമയത്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇതിൽ ഏതൊക്കെ സ്ട്രൈക്സ് വേണമെന്ന് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ബാസ്ക്കറ്റിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇത് മുഴുവൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, കുറച്ചുകൂടെ എന്താണ് നമ്മളിതിനെപ്പറ്റി പഠിച്ചും അറിഞ്ഞും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് എടുക്കണമെന്ന് മനസ്സിലായില്ലേ? ടൈപ്പ് ഓഫ് കുറച്ച് ഓർഡേഴ്സിൻ്റെ കാര്യം ഏറ്റവും ബേസിക് ലെവലിൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ നമുക്ക് പണം ഇടാം, അതേപോലെ തന്നെ വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യം കണക്റ്റായി എന്ന് തന്നെ വിചാരിക്കുന്നു. പലതരത്തിലുള്ള ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇത് കണക്റ്റ് ആകുക. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് എളുപ്പമാണ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ അയ്യോ ഇത് ഇവിടെ വന്നില്ലല്ലോ, ഓർഡേഴ്സിൻ്റെ പേജിലല്ലേ വന്നത്, അയ്യോ ഇത് പൊസിഷൻസിലല്ലേ വന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കുക തന്നെ വേണം. ആൻഡ് ഞാൻ ഈ ചെയ്ത് കാണിച്ചത് ബ്രോക്കർ ടു ബ്രോക്കർ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പേരിലായിരിക്കും വ്യത്യാസം, അങ്ങനത്തുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കാര്യമാക്കണ്ട. നിങ്ങൾ ഏത് ബ്രോക്കർ വേണമെങ്കിലും എടുത്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കർ എടുത്തോളൂ, എന്നിട്ട് അതിൽ തന്നെ ട്രേഡ് ചെയ്ത് തുടങ്ങിക്കോളൂ. സോ എവ്രിവൺ ഹാപ്പി ട്രേഡിംഗ്. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.